നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കേരളീയർ മലയാളികൾ ആ വാർത്ത കണ്ടും ദൃശ്യങ്ങൾ കണ്ടും അമ്പരപ്പോടുകൂടിയും ഞെട്ടലോടുകൂടിയുമാണ് ഉണർന്നത്. ഇന്നും സമാനം തന്നെയാണ് വാർത്ത. അപകട മരണം കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ഒന്ന് തന്നെയാണ്. 6 ആൺകുട്ടികളുടെ അപകട മരണ വാർത്തയിൽ നിന്നും ഞെട്ടൽ മാറാ നിൽക്കുമ്പോഴാണ് 4 പെൺകുട്ടികളുടെ അപകട മരണ വാർത്ത നമ്മളെ തേടിയെത്തിയത്. ഇന്നിപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട വാർത്ത വായിക്കുമ്പോഴും ഏറ്റവും ആദ്യം ഞാൻ കണ്ട അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന വാർത്ത മലേഷ്യയിൽ നവദമ്പതികൾ ഹണിമൂണിന് പോയി വന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവരെ കൂട്ടാൻ വന്ന് 4 പേരും കൂടി യാത്ര തിരികെ കോട്ടയത്തേക്ക് പോവുകയായിരുന്ന വണ്ടി കാറ് ഒരു ബസ്സിലിടിച്ച് അപകടമുണ്ടായി 4 പേരും മരണപ്പെട്ട വാർത്തയാണ് വരുന്നത്. എന്താണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ? ചില സമയങ്ങളിൽ ഈ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് പ്രധാന കാരണമാണ്. പക്ഷേ ഡ്രൈവർമാർ ഉറങ്ങാതെ തന്നെ ഈ റോഡിനുണ്ടാകുന്ന ചില അപാകതകൾ കാരണം വണ്ടി തെറ്റി ആണ് ഈ 4 കുട്ടികളുടെ പുറത്തേക്ക് സിമന്റ് ലോറി മറിഞ്ഞു വീണത്. ഇതൊക്കെ തന്നെ ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് വിളിച്ചു പറയുന്ന ചില സത്യങ്ങളാണ്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താനും മാത്രമുള്ളൂ. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ടിറങ്ങി റോഡ് പരിശോധിച്ച് റോഡിനാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ആരോടാണ് പറയേണ്ടത്? സത്യത്തിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളിലൂടെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാകരുത് ഇത്തരം കാര്യങ്ങളെന്ന് മാത്രം പറയുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് അറിയേണ്ടതുണ്ട്. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടം അപകട സ്ഥലത്ത് സ്വന്തമായി വാഹനം ഓടിച്ച് പരിശോധിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പനയമ്പാടത്തെ അപകടത്തിനിടയാക്കിയത് അടിയന്തര പരിഷ്കരണമാണ് എന്ന് മന്ത്രി നിർദ്ദേശിച്ചു. സ്വന്തം വാഹനത്തിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയും തിരികെ എത്തുകയും ചെയ്താണ് അദ്ദേഹം റോഡിന്റെ അവസ്ഥ പരിശോധിച്ചത്. റോഡ് അടിയന്തരമായി നവീകരണം ആവശ്യമാണ് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇതിന് പണം വേണം. തുക ഹൈവേ അതോറിറ്റി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ നൽകിയില്ല എങ്കിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപകടം നടന്ന പ്രദേശത്ത് കയറ്റം കയറി വരുന്ന സമയം ജംഗ്ഷനോട് അടുക്കുമ്പോൾ ഓടിക്കുന്നയാൾക്ക് സ്വാഭാവികമായും വണ്ടി വലത്തോട്ട് പിടിക്കുവാനുള്ള പ്രവണതയുണ്ടാകുമെന്ന് സ്വന്തമായി വാഹനം ഓടിച്ചു നോക്കിയ മന്ത്രി വ്യക്തമാക്കി. വാഹനം ഓടിക്കുന്നവരെ തെറ്റ് പറയാൻ കഴിയില്ല. റോഡ് നിർമ്മിച്ചിരിക്കുന്നതിലെ അപാകതയാണ് ഇത്. ഒരു വശത്ത് 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. സ്വാഭാവികമായും ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തേക്ക് കയറി വരും. അങ്ങനെ വലത്തേക്ക് കയറി വന്ന ലോറിയുടെ പിൻഭാഗം സിമന്റുമായി വന്ന ലോറിയിൽ തട്ടുകയും ലോറി കുഞ്ഞുങ്ങളുടെ മേൽ മറിയുകയുമായിരുന്നു. പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. അതിനാൽ തന്നെ ആദ്യം ചെയ്യാൻ പോകുന്നത് മാർക്കിനെ 2 മീറ്റർ മാറി നടുവിലൂടെ ഡിവൈഡർ വെക്കുക എന്നതാണ്. ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വണ്ടി തെറ്റുന്നതിന് അടിസ്ഥാനപരമായി പരിഹാരമുണ്ടാകണം. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും സംസാരിക്കും. PWD മന്ത്രിയുമായും കൂടിയാലോചനയ്ക്ക് നടത്തിയ ശേഷമാകും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കം ഉള്ളവരെ അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കും. 2021 ശാന്തകുമാരി MLAയുടെ പരാതി ലഭിച്ചിരുന്നു. മുൻ മന്ത്രിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം അപകട മേഖലയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ശുപാർശകൾ ഒന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിരുന്നില്ല. അവർ ചെയ്ത നിർമ്മാണത്തിന്റെ അപാകതയാണ് അപകടത്തിന് കാരണം. നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസിൽ നിന്ന് നൈസായിട്ട് കാര്യം ഒരു നാഷണൽ ഹൈവേയുടെ തലയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവർ തമ്മിൽ ഇനി അടിച്ചുകൊള്ളുമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക്. പക്ഷെ ആരൊക്കെ തമ്മിലടിച്ചാലും ശരി, ആ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം ഒരിക്കൽ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് റോഡിന്റെ പ്രശ്നമായിക്കോട്ടെ, ഓടിച്ച ആരുടെ പ്രശ്നമായിക്കോട്ടെ, ആരുടെ തന്നെ പ്രശ്നമായാലും 4 പെൺമക്കളുടെ 4 പെൺഭാവികളുടെ കഴുത്തിലാണ് ഇപ്പോൾ കത്തി വെച്ചിരിക്കുന്നത്. ആ 4 പേരാണ് ഇല്ലാതെയായിരിക്കുന്നത്. റോഡിലിറങ്ങി എന്താണ് കാരണമെന്ന് പരിശോധിക്കാനുള്ള നിരീക്ഷിക്കാനുള്ള മനസ്സെങ്കിലും ഗണേഷ് കുമാർ കാണിച്ചല്ലോ എന്നുള്ള കൈയടികൾ കിട്ടുകയാണ്. ഇത്തരത്തിൽ പലതരത്തിലും ഗണേഷ് കുമാർ സ്വയം വാഹനം ഓടിച്ച് തെറ്റുകൾ
തെറ്റുകൾ ഉണ്ട് എങ്കിൽ അത് പറയാറുണ്ട്. പക്ഷെ പിന്നീടൊക്കെ എന്തൊക്കെ അതിന് സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം സ്വന്തം വാഹനം ഓടിച്ച് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ 4 ക്യാമറയ്ക്ക് മുന്നിലോ 4 മൈക്കിന് മുന്നിലോ പറഞ്ഞിട്ടല്ല കാര്യം, പ്രവർത്തിച്ച് കാണിക്കേണ്ടതുണ്ട്. ആ 4 പെൺമക്കളുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ, നമ്മുടെ റോഡിലെ നമുക്കറിയാതിരിക്കുന്ന അപകടങ്ങൾ, അത്തരം അപകടങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതെയാക്കാനുള്ള കഴിവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്കെന്നല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കല്ല സത്യം പറഞ്ഞാൽ ഉണ്ടാകേണ്ടത്. ഈ നാട്ടിലെ ഈ ഗതാഗത മന്ത്രിക്കായിക്കോട്ടെ, PWD മന്ത്രിക്കായിക്കോട്ടെ, ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്കായിക്കോട്ടെ, എല്ലാവരും കൃത്യമായി ഇടപെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്ന് പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും എന്നും മന്ത്രി പറയുന്നുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ഫണ്ടിൽ നിന്നും എത്രത്തോളം പണം കിട്ടുമെന്ന് നമുക്കറിയില്ല. ഖജനാവ് ഇപ്പോഴേ കാലിയാണെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് കൈ എങ്ങനെ നീട്ടുമെന്ന കാര്യത്തിൽ അറിയില്ല. എന്തായാലും പനയമ്പാടത്തെത്തിയ ഗതാഗത മന്ത്രി നാട്ടുകാരുടെ പരിഭവവും കേട്ടു. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നും ഗതാഗത മന്ത്രി കരിമ്പയിൽ പറഞ്ഞു. സമീപത്തെ കോൺഗ്രസ് സമരപ്പന്തലിലും ഗണേഷ് കുമാർ പോയി. അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കൻ ആക്കുന്നത് ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉറപ്പ് നൽകി. മന്ത്രിയുടെ ഉറപ്പിൽ കോൺഗ്രസ് സമരം അവസാനിച്ചു. രാവിലെ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചിരുന്നു. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി. അതുപോലെ തന്നെ അതിനിടെ 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്കെതിരെ കല്ലടയ്ക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ പതിച്ച സിമന്റ് ലോറിയിൽ വന്നിടിച്ച ലോറിയുടെ ഡ്രൈവർ വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയാണ് FIR. തന്റെ ഭാഗത്ത് പിഴവുണ്ടായതായി പോലീസിനോട് പ്രജീഷ് സമ്മതിച്ചതായും വിവരമുണ്ട്. സിമന്റ് ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെതിരെയും കേസുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്രിയൊക്കെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ നടപടികൾ ഉണ്ടാകണം. അത് മാത്രമാണ് കേരളത്തിലെ മലയാളികൾക്ക് പറയുവാനുള്ളത്.